വാട്സ്ആപ്പ് ഗീസ് വോയിസ്മെയിൽ നാസിമാണ്. ഡിസംബറിൽ ഒരുപാട് മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. പല ബ്രാൻഡുകളും അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള മൊബൈൽ ഫോൺസ് ആണ് ഈ ഒരു ഡിസംബർ മാസം ഇറക്കാൻ പോകുന്നത്. ഡിസംബർ മാസത്തിലെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ആദ്യമായിട്ട് സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് ചിപ്സെറ്റുമായിട്ട് വരാൻ പോകുന്ന ഒരു മൊബൈൽ ഫോണാണ് iQOO30 സീരീസ്. വലിയ സ്പെസിഫിക്കേഷനുമായിട്ടാണ് iQOO30 സീരീസ് ഡിസംബർ 3-ാം തീയതി, അതായത് ഇന്ന് ലോഞ്ച് ആകാൻ പോകുന്നത്. ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ ഇന്നാണ് ലോഞ്ച് ആകാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും കാണും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വിവോയുടെ X200 സീരീസ് ക്യാമറ ഓറിയന്റഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണാണ്. ഈ ഒരു മൊബൈൽ ഫോണും ഈ ഒരു മാസം തന്നെ റിലീസ് ആകുമെന്ന് റൂമേഴ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബഡ്ജറ്റ് റേറ്റിൽ റെഡ്മിയുടെ മൊബൈൽ ഫോൺസ് ഒക്കെ നോക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ റെഡ്മിയുടെ 14 സീരീസ് നമുക്ക് മുന്നിലേക്ക് ഡിസംബർ 9-ാം തീയതി വരാൻ പോകുന്നുണ്ട്. ഏകദേശം 30,000 രൂപയിൽ താഴെയായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 3 വേരിയന്റ് ആണ് വരാൻ പോകുന്നത്. റെഡ്മി 14, 14 Pro, 14 Pro Plus. ഈ ഒരു 3 വേരിയന്റിലാണ് റെഡ്മിയുടെ 14 സീരീസ് നമുക്ക് മുന്നിലേക്ക് ഡിസംബർ 9-ാം തീയതി ലോഞ്ച് ആകാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ 30,000 രൂപയാണ്, നിങ്ങൾ റെഡ്മി ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു സീരീസ് ആണ് റെഡ്മി 14 സീരീസ്. OnePlusന്റെ ഭാഗത്ത് നിന്നും നെക്സ്റ്റ് ജനറേഷൻ OnePlus 13 സീരീസ് വരാൻ പോകുന്നുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് ചിപ്സെറ്റുമായിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്, 50 മെഗാ പിക്സലിന്റെ വീതം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എല്ലാം ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോൺ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള മൊബൈൽ ഫോൺ ആണ്. ഏതായാലും OnePlusന്റെ മൊബൈൽ ഫോൺ ആണ്. ഒരുപാട് കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ് ഇഷ്യൂസ്, മദർ ബോർഡ് ഇഷ്യൂസ് ഒക്കെ വരുന്നെന്ന് പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ ഒരു 13 സീരീസ് OnePlus 13 സീരീസ് ഇവരുടെ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള മൊബൈൽ ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും OnePlusന്റെ 13 സീരീസ് ഡിസംബർ മാസത്തിൽ ലോഞ്ച് ആകുന്നുണ്ട്. ഫോൾഡ് മൊബൈൽ ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ടെക്നോയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫോൾഡ് മൊബൈൽ ഫോൺ വരുന്നുണ്ട്. ടെക്നോ ഫാൻറ്റം V Fold 2 എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ ആണ് വരാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു ഫോൾഡ് മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകൾക്ക് ടെക്നോയുടെ ഈ പറഞ്ഞ ഫാൻറ്റം V Fold 2 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡിസംബർ മാസത്തിൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് വരാതെ ചൈനയിൽ ലോഞ്ച് ആകുന്ന കുറച്ച് ബ്രാൻഡുകൾ കൂടിയുണ്ട്. iQന്റെ ഭാഗത്ത് നിന്നും iQ Neo 10 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ 30,000-35,000 രൂപ ബഡ്ജറ്റിൽ ചൈനയിൽ ലോഞ്ച് ആകുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ചിലപ്പോൾ ജാനുവരി 1 കൂടി ആയിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ വരാൻ പോകുന്നത്. ഏതായാലും ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ ഇതിന്റെ ഒരു ലോഞ്ച് കാണത്തില്ല. iQ Neo 10 Pro എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രോസസർ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ ഡിമെൻസിറ്റിയുടെ 9400 എന്ന് പറയുന്ന പ്രോസസറാണ് വരുന്നത്. 6100 mAh ബാറ്ററി കപ്പാസിറ്റി, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ഒക്കെ ഈ ഒരു മൊബൈൽ ഫോണിൽ കാണുമെന്നാണ് ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഓപ്പോയുടെ റെനോ സീരീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് റെനോയുടെ 13 സീരീസ് ചൈനയിൽ ഈ ഒരു മാസം ലോഞ്ച് ആകുമെന്ന് പറയുന്നുണ്ട്. കൺഫർമേഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും ഐഫോണിനെയൊക്കെ കോപ്പി ചെയ്യുന്ന രീതിയിലാണ് റെനോ സീരീസ് ഇത്തവണ വന്നിരിക്കുന്നത്. iPhone 16ന്റെ ഏകദേശ രൂപ മാതൃകയിലാണ് ഇവര് നമുക്ക് വേണ്ടി ഈ ഒരു മൊബൈൽ ഫോൺ റെനോ 13 സീരീസ് ഇറക്കാൻ പോകുന്നത്. ഓപ്പോ റെനോ സീരീസ് ഇറക്കുന്ന സമയത്ത് അറിയാം നല്ലൊരു വിലയിലായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഡിസംബർ മാസത്തിൽ ഏതായാലും ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ച് കാണാൻ സാധ്യതയില്ല. ജാനുവരി ഓർ ഫെബ്രുവരിയിലായിരിക്കാം റെനോ 13 സീരീസ് ഇന്ത്യയിലേക്ക് വരുന്നത്. റിയൽമി GT Neo 7 അതേപോലെ തന്നെ Xiaomi 15 സീരീസ് ഒക്കെ റൂമേഴ്സ് പ്രകാരം ഈ ഒരു മാസം ചൈനയിൽ ലോഞ്ച് ആകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ കൺഫേംഡ് അല്ല. ഏതായാലും ഈ പറഞ്ഞ മൊബൈൽ ഫോൺസ് ഒക്കെയാണ് ഡിസംബർ മാസത്തിൽ വരുന്നത്. ജാനുവരിയിൽ നമ്മുടെ S25 Ultra 15-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ലോഞ്ച് ആകുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു മൊബൈൽ ഫോണിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു മാസം ഒരുപാട് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. ഇന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോൺസ് ഒക്കെയാണ് നമുക്ക് ഡിസംബർ മാസത്തിലും അതേപോലെ തന്നെ ജനുവരി ആദ്യത്തോടു കൂടിയും വരാൻ പോകുന്ന മൊബൈൽ ഫോൺ. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.